കോട്ടയം കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടമുണ്ടായത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ പരിശോധന നടന്നു വരികയാണ്. ഇപ്പോൾ വാഹനത്തിലാകെ ഉണ്ടായിരുന്നത് 33 യാത്രക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കർണാടക സ്വദേശിയായിട്ടുള്ള തീർത്ഥാടകൻ മാരുതി ഹരിഹരൻ എന്ന് പറയുന്ന ആൾ, 40 വയസ്സാണ് അദ്ദേഹമാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. 20 പേർ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ 33 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ കണമല വളവ് എന്ന് പറയുന്നത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്, ഒരു അപകട മേഖലയാണ്. എല്ലാ ശബരിമല സീസണുകളിലെല്ലാം തന്നെ നിരന്തരം അപകടം ഉണ്ടാവുകയും അവിടെ പ്രത്യേക പോലീസ് പട്രോളിങ്ങും അതുപോലെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരു അപകട മേഖലയായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു അപകടമായിരിക്കാം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡ്രൈവർ ഇറങ്ങിപ്പോകുന്നതോ മറ്റോ ആണോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ബസ് ഈ അപകടത്തിൽ ബസ് മറിയുകയാണ് ഉണ്ടായത്. ഈ ബസ് ഉയർത്താനും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. കോട്ടയം കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.